എനിക്കാണെങ്കിൽ നോക്കാൻ, എനിക്കാണെങ്കിൽ സുഖമില്ലാത്ത ആള്. എങ്ങനെയെങ്കിലും എന്റെ മോനെ രക്ഷപ്പെടുത്തിയെടുത്താൽ മതി. ഓപ്പറേഷൻ കഴിഞ്ഞ റബ്ബേ. അസ്സലാമലൈക്കും. എന്റെ മോനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തണം. എന്റെ മോനും ക്യാൻസറാണ്. 3 കുട്ടികളാണ്. അവൻ എത്തിങ്ങാനയിലാണ് പഠിച്ചത്. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തിയതാണ്. ഇപ്പൊ എന്റെ മോന്റെ കോലം കാണുമ്പോ തന്നെ എന്റെ ചങ്ക് പൊട്ടിപ്പോകുക. അല്ലാഹു എന്റെ മോനെ ഹൈറാക്കി തന്നെ 3 കുഞ്ഞുങ്ങളാണ് റബ്ബേ. എന്റെ മയ്യത്തിനോടമായിട്ടുള്ള മക്കളാണ് റബ്ബേ. 2 മക്കള്. അല്ലാഹു എന്റെ മക്കള് ഒന്നുമില്ലാതെ എന്റെ മോനെ ഹൈറാക്കി തന്നെ റബ്ബേ. അസ്സലാമു അലൈക്കും. ഫിറോസ് കുന്നംപറമ്പിലാണ്. ഞാനിപ്പോൾ ഉള്ളത് ആലുവയിലാണ്. ആലുവ പൈപ്പരയില് സനൂപ് എന്ന് പറയുന്ന ഈ ഒരു ചെറുപ്പക്കാരന്റെ അടുത്താണ്. അദ്ദേഹത്തിന്റെ വായക്കകത്ത് ക്യാൻസർ ബാധിച്ചിട്ട് വല്ലാത്തൊരവസ്ഥയിലാണ്. നിങ്ങൾ കണ്ടില്ലേ, ഭക്ഷണം കഴിക്കാൻ പോലും കഴിയാതെ പാലിനകത്ത് റസ്ക് കലർത്തി അത് പെയിൻ കില്ലർ കഴിച്ച് വായയുടെ വേദന മാറ്റിയതിനു ശേഷം അതിനെ വായ്ക്കകത്തേക്ക് ഒഴിച്ച് അങ്ങനെ ഭക്ഷണം കഴിച്ചു പോകുന്ന ഒരു മനുഷ്യൻ. 1 വർഷമായിട്ട് ഭക്ഷണം കഴിക്കാൻ കഴിയാതെ ഈ പറയുന്ന രൂപത്തിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഡോക്ടർ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുള്ളത് ഈ ഭാഗം മുഴുവൻ എടുത്തു മാറ്റാനാണ്. ഈ താടിയുടെ ഈ സൈഡ് മുഴുവൻ എടുത്ത് കളയണം. അദ്ദേഹത്തിന്റെ താടിയെല്ല് എടുത്തു കളയണം. അതുപോലെ തന്നെ മുകളിലെ പല്ലിന്റെ ഭാഗം മുഴുവൻ എടുത്തു മാറ്റണം. എന്നിട്ട് അദ്ദേഹത്തിന്റെ തുടയിൽ നിന്നും ദശയും അതുപോലെ തന്നെ സ്കിന്നും എടുത്ത് ഈ ഭാഗം കവർ ചെയ്യണം. ഒരു മനുഷ്യന്റെ ദയനീയമായ ഒരവസ്ഥയാണ്. 5,10,000 രൂപയാണ് 10 ദിവസത്തെ അഡ്മിറ്റിനും ഈ സർജറിക്കും വേണ്ടി ആ കുടുംബത്തോട് അവർ പറഞ്ഞിട്ടുള്ളത്. 10 പൈസ ഇവരുടെ കയ്യിലില്ല എന്നുള്ളതാണ്. കാരണം ഈ ഉമ്മാക്ക് 3 മക്കളിൽ സനൂപ് പഠിച്ചത് ദാറുൽ ഉലൂം ദാറുൽ ഉലൂം എന്ന് പറയുന്ന യത്തീംഖാനയിലാണ് പഠിച്ചത്. ആ യത്തീംഖാനയിൽ പഠിച്ചു വളർന്ന ഈ മകന് അദ്ദേഹത്തിന്റെ ഭാര്യയാണ് എന്റെ പുറകെ നിൽക്കുന്നത്. ഭാര്യയ്ക്കും ആരുമില്ല, കുടുംബക്കാരും. ഈ 3 മക്കളെയും കൊണ്ട് എങ്ങനെ ജീവിക്കണം, എങ്ങനെ മുന്നോട്ട് പോകണം എന്നറിയാതെ പുറമ്പോക്ക് സ്ഥലമാണ് അവര് താമസിക്കുന്ന ഈ വീട്. പുറമ്പോക്ക് സ്ഥലമാണ്. ആ പുറമ്പോക്ക് സ്ഥലത്തെ ഈ വീട്ടിൽ താമസിക്കുന്ന ഈ ഒരു കുടുംബത്തിന് സഹായിക്കാൻ നമ്മളല്ലാതെ വേറെ ആരുമില്ല. 5 ലക്ഷം രൂപയുള്ളൂ. സാധാരണ ഏതെങ്കിലുമൊക്കെ രോഗിയുടെ ബാലൻസ് വന്നാൽ ഞാൻ അത് എടുത്ത് കൊടുത്ത് ഇവരുടെ പ്രശ്നങ്ങൾ തീർക്കും. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ബാലൻസ് ഇല്ല. അതുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. നിങ്ങൾ ഇവരെ സഹായിക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ ചികിത്സയ്ക്കും അതുപോലെ തന്നെ തുടർ ചികിത്സയ്ക്കും ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഈ കുടുംബത്തിന് ഒരു വീട് വെക്കാനും കൂടി ഉണ്ടാവും. അത്രമാത്രം ദയനീയമാണ് ഈ കുടുംബത്തിന്റെ സ്ഥിതി. കഴിയുന്ന ആളുകളൊക്കെ സഹായിക്കണം. ആരുടെ അക്കൗണ്ട് നമ്പറാണ്? ഇവർക്ക് അക്കൗണ്ട് നമ്പർ ഉണ്ടോ? സനൂപിന്റെ അക്കൗണ്ട് നമ്പർ തന്നെ ഇതിന്റെ മുകളിൽ വെക്കുന്നുണ്ട്. അവരുടെ ഗൂഗിൾ പേ ഉണ്ടല്ലോ, നിങ്ങൾക്ക് അവരുടെ ഗൂഗിൾ പേ വെക്കുന്നുണ്ട്. എല്ലാം വെക്കുന്നുണ്ട്. ഞാനിവിടെ അടുത്ത് നിൽക്കുമ്പോഴും അദ്ദേഹം എന്റെ അടുത്ത് പറഞ്ഞത് നിങ്ങളൊന്ന് മാറിയുന്നു. കാരണം അത്രയ്ക്ക് സ്മെല്ലടിക്കുന്ന വായന്റെ ഉള്ളിൽ നിന്ന് അത്രയും സ്മെല്ല് വരികയാണ്. അദ്ദേഹം ഇങ്ങനെ പൊത്തിപ്പിടിച്ചായിരുന്നു എന്റെ മുന്നിൽ. ഞാൻ പറഞ്ഞത് നിങ്ങളത് മാറ്റിക്കോ, എനിക്ക് ആ സ്മെല്ല് കുഴപ്പമില്ല എന്നാ പറഞ്ഞത്. ഏത് നേരവും വായന്റെ ഉള്ളിൽ നിന്ന് ചലവും ചോരയും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ആ കയ്യിലെ ടവല് കൊണ്ട് അതിങ്ങനെ തുടച്ചു മാറ്റുകയാണ്. ഒരു മനുഷ്യന്റെ ഇത്രയും ദയനീയമായി ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥ. ഇനി കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ ഈ ഭാഗത്തേക്ക് മുഴുവൻ ക്യാൻസർ കാർന്ന് തിന്ന് ഒരു പക്ഷേ ജീവൻ തന്നെ ഇല്ലാതാവുന്നൊരവസ്ഥ. ഞാൻ നിങ്ങൾ വിചാരിച്ചാല് ഇദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ തീർക്കാം, ഈ കുടുംബത്തിന്റെ കണ്ണീരൊപ്പാൻ സാധിക്കും. കഴിയുന്ന ആളുകളൊക്കെ സഹായിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും.